ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുടെ മറവിലും സ്വർണ്ണക്കൊള്ള നടന്നെന്ന സൂചനയുമായി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന 30 പവനോളം സ്വർണം എവിടെയെന്നതിലും വിശ്വാസികൾ സംഭാവന നൽകിയ സ്വർണത്തിന്റെ അളവിലും വ്യക്തതയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കണക്കിൽ വീഴ്ചയില്ലെന്നും അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നും അജയ് തറയിൽ ആരോപിച്ചു. 2017 കൊടിമര പുനഃപ്രതിഷ്ഠയിലെ അന്വേഷണം നീളുന്നത് വാജിവാഹനം തന്ത്രി കൊണ്ടുപോയതിലേക്കല്ല, UDF നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ കാലത്തും ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ചോ എന്നതിലേക്കാണ്. കൊടിമരത്തിൽ പൂശാനായി 9 കിലോ 160 ഗ്രാം സ്വർണം ദേവസ്വം ബോർഡ് പണം നൽകി കസ്റ്റംസിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇതുകൂടാതെ 412 ഗ്രാം സ്വർണം ഭക്തർ സംഭാവനയായി നൽകി. സിനിമാ താരം നൽകിയ 80 ഗ്രാമും നിർമ്മാതാവ് നൽകിയ 247 ഗ്രാമുമെല്ലാം ഇതിൽ ഉൾപ്പെടും. അങ്ങനെയാകെ 9 കിലോ 570 ഗ്രാം സ്വർണം ലഭിച്ചു. ഇതിൽ 9 കിലോ 340 ഗ്രാം മാത്രമാണ് ഉപയോഗിച്ചത്. ബാക്കി വന്ന 233 ഗ്രാം അഥവാ 30 പവൻ സ്വർണം എവിടെയെന്നതിന് രേഖയില്ല. ഇതുകൂടാതെ 27 ഭക്തർ സ്വർണം സംഭാവന ചെയ്തെന്ന് പറയുമ്പോഴും 12 പേർ നൽകിയ സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തുകയോ രസീത് നൽകുകയോ ചെയ്തിട്ടില്ല. അതേസമയം മിച്ചം വന്ന സ്വർണം താഴികക്കുടത്തിൽ പൂശിയെന്ന് ബോർഡംഗമായിരുന്ന അജയ് തറയിൽ പറഞ്ഞു. രസീത് കൊടുക്കാത്തതിന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കെന്ന് പറഞ്ഞ അജയ് തറയിൽ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നും ആരോപിച്ചു. പാർട്ടി CPM നേതാക്കന്മാർ മുഴുവനും കൊള്ളക്കാരാണ്, സ്വർണ്ണക്കള്ളന്മാരാണ് എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അല്ല, ഇതാ UDF ആളുകൾ കൂടിയുണ്ട് എന്ന് വരുത്താനുള്ള ഒരു തീവ്ര ശ്രമം ചില ഭാഗത്തുനിന്ന് നടക്കുന്നു. ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിലാണ് പുനഃപ്രതിഷ്ഠ നടന്നതെന്നും അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കട്ടെ എന്നും VD സതീശൻ. നടപടിക്രമങ്ങൾ പാലിച്ച് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് അന്ന് എല്ലാം ചെയ്തത്. എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടികളെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഭിനന്ദിക്കുകയും കൂടി ചെയ്ത കേസാണ്, ക്ലോസ് ചെയ്ത കേസാണ്. വരട്ടെ, അവരത് നേരിട്ടുള്ള ഒരു പ്രശ്നമില്ല. കൊടിമരം മാറ്റുന്നതിൽ വലിയ പണപ്പിരിവാണ് നടന്നതെന്നും കൊള്ള പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വലിയ പണം പിരിച്ചിട്ടുണ്ട് കൊടിമരം മാറ്റുന്നതിന്റെ പേരിൽ. ചെറിയ സ്വർണ്ണമൊന്നുമല്ല, 10 കിലോ സ്വർണം അതിലധികം പിരിച്ചിട്ടുണ്ട്. ഇപ്പൊ പിരിച്ചതിന്റെ അത് 1/4 കിലോ അല്ലെങ്കിൽ 1/2 കിലോ കാണാനില്ല എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും കണക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അന്നത്തെ ബോർഡ് എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്, പിന്നെ കോൺഗ്രസിന്റെ ഗവൺമെന്റുമാണ്. കൊടിമര പുനഃപ്രതിഷ്ഠാ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത അഭിഭാഷക കമ്മീഷൻ ASP കുറുപ്പിനും റിപ്പോർട്ടിൽ കുരുക്കുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ സ്വീകരിക്കേണ്ട സ്വർണം അഭിഭാഷക കമ്മീഷൻ സ്വീകരിച്ചതിലാണ് സംശയം ഉന്നയിക്കുന്നത്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് നാളെ തുടക്കമാവും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.